നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. നമ്മുടെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ തുടങ്ങിയത് മുതൽ ഒരുപാട് പേർക്കുള്ള സംശയമാണ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് മത്സരമായിട്ടും എന്തുകൊണ്ടാണ് രണ്ടുപേർ മാത്രം പങ്കെടുക്കുന്നതെന്ന്. ശരിക്കും പറഞ്ഞാൽ ലോക ചാമ്പ്യൻഷിപ്പ് എന്നുള്ളത് ലോകത്ത് നടക്കുന്ന എല്ലാ വലിയ ടൂർണമെന്റുകളുടെയും ഒരു ഫൈനലായിട്ട് കണക്കാക്കാൻ കഴിയുന്ന ടൂർണമെന്റാണ്. ഒരാൾക്ക് ലോക ചാമ്പ്യൻ ആവണമെങ്കിൽ ഇപ്പോൾ ഗുഗേഷ് ചെയ്തതുപോലെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ പങ്കെടുത്ത് നിലവിലെ വേൾഡ് ചാമ്പ്യനെ തോൽപ്പിക്കുക എന്നതാണ് ചെസ്സിലെ രീതി. എന്നാൽ ഇങ്ങനെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് മത്സരം കളിക്കുന്നതിനുള്ള ക്വാളിഫിക്കേഷൻ നേടുക എന്നുള്ളത് അത്ര ചെറിയ കാര്യമല്ല. എന്തൊക്കെ കാര്യങ്ങൾ നേരിട്ടാലാണ് അവിടേക്ക് എത്താൻ കഴിയുന്നത് നോക്കാം. വേൾഡ് ചാമ്പ്യൻഷിപ്പിലേക്കുള്ള അവസാനത്തെ പടി എന്നുള്ളത് കാൻഡിഡേറ്റ്സ് ടൂർണമെന്റ് ആണ്. കാൻഡിഡേറ്റ്സ് ടൂർണമെന്റ് വിജയിക്കുന്ന ആൾക്ക് വേൾഡ് ചാമ്പ്യൻഷിപ്പിലേക്ക് എത്താം. എന്നാൽ കാൻഡിഡേറ്റ്സ് ടൂർണമെന്റിലേക്ക് എത്തുക എന്നതും അത്ര ഈസി അല്ല. അവിടെ ആകെ 8 സ്പോട്ടുകളാണുള്ളത്. 8 അവസരങ്ങളിൽ ഇതുവരെ ആദ്യത്തെ അവസരം കിട്ടിയിരുന്നത് അതിനു മുമ്പത്തെ വർഷം വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ മത്സരിച്ച് തോറ്റ ആളിനാണ്. അത് കഴിഞ്ഞ തവണ നെപ്പോംനാഷി ആയിരുന്നു. എന്നാൽ അടുത്ത തവണ മുതൽ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. അതെന്താണെന്ന് പിന്നീട് നോക്കാം. പിന്നീടുള്ള 2, 3, 4 അവസരം കിട്ടുന്നത് ഫിഡയുടെ വേൾഡ് കപ്പിൽ ആദ്യത്തെ 3 സ്ഥാനങ്ങളിൽ വരുന്ന പ്ലേയേഴ്സിനാണ്. അത് ലോകത്തിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള 206 ഗ്രാൻഡ് മാസ്റ്റേഴ്സ് പങ്കെടുക്കുന്ന ടൂർണമെൻ്റാണ്. അതിൽ പങ്കെടുക്കുന്നതിനും പ്രത്യേക ക്വാളിഫിക്കേഷൻ ഉണ്ട്. അതിനെക്കുറിച്ചും പറയാം. ആ 206 പേരിൽ നിന്നും ആദ്യത്തെ 3 സ്ഥാനങ്ങളിലെത്തുന്നവർക്കായിരിക്കും കാൻഡിഡേറ്റ്സ് ടൂർണമെന്റിൽ 2, 3, 4 സ്ഥാനം കിട്ടുന്നത്. കഴിഞ്ഞ തവണ വേൾഡ് കപ്പ് നേടിയത് മാഗ്നസ് കാൾസൺ ആണ്. കാൾസണിന് വേൾഡ് ചാമ്പ്യൻ ആവാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നതുകൊണ്ട് ആ സ്ഥാനം അടുത്തുള്ള പ്ലേയേഴ്സിന് കിട്ടി. അങ്ങനെ കിട്ടിയതാണ് പ്രഗ്നാനന്ദയും ഫാബിയാനോ കരുവാനയും നിജാവ് അബസോവും. അങ്ങനെ കാൻഡിഡേറ്റ്സ് ടൂർണമെന്റിലെ 8 സ്പോട്ടുകളിൽ 4 ഫില്ലായിട്ടുണ്ട്. ഇനിയുള്ള 4 ആർക്കൊക്കെയാണ് കിട്ടുന്നതെന്ന് നോക്കാം. ഇനിയുള്ള 2 അവസരം ഫിഡെ ഗ്രാൻഡ് സ്വിസ് ടൂർണമെന്റിൽ ഫസ്റ്റും സെക്കൻഡും വരുന്ന പ്ലേയേഴ്സിനാണ്. ആ ടൂർണമെന്റ് കളിക്കുന്നതിനും പ്രത്യേക ക്വാളിഫിക്കേഷൻ വേണം. 114 പേർക്കാണ് അതിൽ അവസരം കിട്ടുന്നത്. അതിലെ വിന്നർ നമ്മുടെ വിദ്യുത് ഗുജറാത്തിയും റണ്ണറപ്പ് ആയത് ഹിക്കാരു നാക്കമുറ ആയിരുന്നു. അങ്ങനെ അവർക്ക് 2 അവസരം കിട്ടി. അപ്പോൾ 6 സ്പോട്ടായി. ഇനിയുള്ള 2 സ്പോട്ടുകളിൽ ഒരെണ്ണം ആ വർഷത്തിന്റെ ആദ്യത്തിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള പ്ലെയറിനാണ് കിട്ടുന്നത്. കാൾസന് ഇതിൽ താല്പര്യമില്ലാത്തതുകൊണ്ട് കാൾസനെ ഇതിൽ പരിഗണിക്കുന്നില്ല. അങ്ങനെ ആ അവസരം അലറൈസ ഫിറോസയ്ക്കാണ് കിട്ടിയത്. അങ്ങനെ 7 സ്പോട്ടുകൾ ഫില്ലായിരിക്കുകയാണ്. ഇനി ഒരേ ഒരു സ്പോട്ടാണ് ബാക്കിയുള്ളത്. ആ സ്പോട്ട് കിട്ടുന്നത് ആ വർഷത്തെ ഫിഡെ സർക്യൂട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള പ്ലെയറിനാണ്. ഈ സർക്യൂട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ കാൻഡിഡേറ്റ്സ് ടൂർണമെന്റ് 2024 നടക്കുന്നതുകൊണ്ട് അതിന് തൊട്ട് മുമ്പത്തെ, അതായത് 2023 വർഷത്തെ ഓരോ പ്ലെയറുടെയും ബെസ്റ്റ് പെർഫോമൻസ് ഉള്ള 5 ടൂർണമെന്റുകൾ എടുത്തിട്ട് അതിൻ്റെ ആവറേജ് പെർഫോമൻസ് നോക്കുമ്പോൾ ആർക്കാണോ കൂടുതൽ അവർക്കായിരിക്കും ആ കാൻഡിഡേറ്റ്സ് ടൂർണമെന്റിലുള്ള അവസരം കിട്ടുന്നത്. അതും ഏതെങ്കിലും 5 ടൂർണമെന്റിൽ ബെസ്റ്റ് പെർഫോമൻസ് നടത്തിയാൽ പോരാ, അതിനും പ്രത്യേകിച്ച് നിബന്ധനകളുണ്ട്. നേരത്തെ സൂചിപ്പിച്ച വേൾഡ് കപ്പ്, വേൾഡ് റാപ്പിഡ് ചാമ്പ്യൻഷിപ്പ്, വേൾഡ് ബ്ലിറ്റ്സ് ചാമ്പ്യൻഷിപ്പ്, ടാറ്റ സ്റ്റീൽ ടൂർണമെന്റ് അങ്ങനെ തുടങ്ങിയ ഏറ്റവും സ്ട്രോങ് പ്ലെയേഴ്സ് പങ്കെടുക്കുന്ന 100ഓളം ടൂർണമെന്റുകളാണ് ഇതിനായിട്ട് പരിഗണിക്കുന്നത്. ഓരോ പ്ലെയേഴ്സിൻ്റെയും 5 ബെസ്റ്റ് പെർഫോമൻസിൽ നിന്നും ഏറ്റവും കൂടുതൽ ആവറേജ് ഉള്ളവർക്കാണ് ആ സ്പോട്ട് കിട്ടുന്നത്. അതാണ് നമ്മുടെ ഗുഗേഷിന് കിട്ടിയത്. ഇങ്ങനെ ഈ 8 സ്പോട്ടുകളും ഫില്ലായാൽ മാത്രമേ കാൻഡിഡേറ്റ്സ് ടൂർണമെന്റ് നടത്താൻ കഴിയുള്ളൂ. അതിൽ വിജയിക്കുന്ന ആളിന് ലോക ചാമ്പ്യൻഷിപ്പിലേക്ക് യോഗ്യത നേടാം. നിലവിലെ സംവിധാന പ്രകാരം ലോക ചാമ്പ്യന് നേരിട്ടാണ് ലോക ചാമ്പ്യൻഷിപ്പിലേക്ക് എൻട്രി കിട്ടുന്നത്. രണ്ടാമത്തെ എൻട്രി ഈ കാൻഡിഡേറ്റ്സ് ടൂർണമെന്റ് വിജയിച്ച് വരുന്ന ആളിനാണ്. എന്നാൽ കാൾസൺ ഇതിനെതിരാണ്. കാൾസന്റെ അഭിപ്രായ പ്രകാരം ലോക ചാമ്പ്യനും കാൻഡിഡേറ്റ്സ് ടൂർണമെന്റിലേക്ക് കളിക്കണം. ഈ കാൻഡിഡേറ്റ്സ് ടൂർണമെന്റിൽ ആദ്യം വരുന്ന 2 പേര് വേൾഡ് ചാമ്പ്യൻഷിപ്പ് കളിക്കണം എന്നാണ് കാൾസന്റെ അഭിപ്രായം. എന്തായാലും കാൾസൺ ആ ആഗ്രഹം ഒരിക്കൽ നടപ്പിലാക്കി. അതായത് ഡിംഗ്ലറിന് വേൾഡ് ചാമ്പ്യൻ ആവുന്നവരെ കാൾസൺ ആയിരുന്നു വേൾഡ് ചാമ്പ്യൻ. കാൾസൺ അത് ഡിഫെൻഡ് ചെയ്യാനായിട്ട് നേരിട്ട് വേൾഡ് ചാമ്പ്യൻഷിപ്പിലേക്ക് വന്നില്ല. അതുകൊണ്ട് തന്നെ ആ വർഷത്തെ കാൻഡിഡേറ്റ്സ് ടൂർണമെന്റിലെ വിന്നറായ നെപ്പോയും 2ാം സ്ഥാനത്ത് വന്ന ഡിംഗ്ലറും തമ്മിലായിരുന്നു വേൾഡ് ചാമ്പ്യൻഷിപ്പ് കളിച്ചത്. ആ വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ഡിംഗ്ലറൻ വിജയിക്കുകയും ലോക ചാമ്പ്യനാവുകയും ചെയ്തിരുന്നു. അതിനുശേഷം നമ്മളിപ്പോൾ നേരത്തെ സൂചിപ്പിച്ച കാൻഡിഡേറ്റ്സ് ടൂർണമെന്റിൽ ഗുഗേഷ് വിജയിക്കുകയും ഗുഗേഷും ഡിംഗ്ലറിനുമായിട്ടുള്ള ഫൈറ്റിൽ ഗുഗേഷ് വിജയിക്കുകയും ഇപ്പോൾ പുതിയ ലോക ചാമ്പ്യനായിട്ട് മാറുകയും ചെയ്തിരിക്കുകയാണ്. ഇത്രയുമാണ് ഇതുവരെയുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് അടുത്ത കാൻഡിഡേറ്റ്സ് ടൂർണമെന്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഇനി അടുത്ത കാൻഡിഡേറ്റ്സ് ടൂർണമെന്റ് 2026 നടക്കാൻ പോകുന്നത്. അതിലും 8 പേർക്കാണ് പങ്കെടുക്കാൻ അവസരം കിട്ടുന്നതെങ്കിലും അതിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. നമുക്ക് കഴിഞ്ഞ കാൻഡിഡേറ്റ്സിൽ ആദ്യത്തെ അവസരം കിട്ടിയത് വേൾഡ് ചാമ്പ്യൻഷിപ്പ് കളിച്ച തോറ്റ പ്ലെയറിനായിരുന്നു. എന്നാൽ അടുത്ത തവണ അങ്ങനെയല്ല. ഈ 2024 സർക്യൂട്ട് റേറ്റിംഗ് പ്രകാരം ആദ്യം വരുന്ന ആളിനാണ്. പിന്നീട് വരുന്ന 3 സ്പോട്ടുകൾ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്. അടുത്ത വർഷം നടക്കാൻ പോകുന്ന ഫിഡെ വേൾഡ് കപ്പിലെ വിന്നറും റണ്ണറപ്പും 3ാം സ്ഥാനം വരുന്ന പ്ലെയറിനായിരിക്കും ആ അവസരം.
ആ മൂന്നിൽ വരുന്ന ഏതെങ്കിലും പ്ലെയർ തന്നെയാണ് നമ്മുടെ 2024 സർക്യൂട്ട് പ്രകാരം ഒന്നാമത് വരുന്നതെങ്കിൽ ആ അവസരം നാലാമത് വരുന്ന പ്ലെയർക്ക് കിട്ടും. നേരത്തെ സൂചിപ്പിച്ച പോലെ 206 പ്ലെയേഴ്സാണ് ആ വേൾഡ് കപ്പിൽ പങ്കെടുക്കുന്നത്. അങ്ങനെ 206 പേർക്ക് പങ്കെടുക്കാമെന്ന് കരുതി വെറുതെ എല്ലാവർക്കും പോയി പങ്കെടുക്കാൻ പറ്റില്ല. അതിൽ പങ്കെടുക്കുന്നതിനും പ്രത്യേക നിബന്ധനകളുണ്ട്. ആ 206-ൽ ഒന്നാമത്തെ അവസരം നിലവിലെ വേൾഡ് ചാമ്പ്യനാണ്, അതായത് ഇപ്പോൾ ഗുകേഷിനാണ്. പിന്നീട് തുടർന്ന് വരുന്ന 4 സ്ഥാനങ്ങൾ കഴിഞ്ഞ വേൾഡ് കപ്പിലെ ആദ്യത്തെ 4 സ്ഥാനക്കാർക്കാണ്. അങ്ങനെ 5 സ്പോട്ടാവും. അടുത്ത 6ാമത്തെ സ്പോട്ട് വരുന്നത് നിലവിലെ വിമൻസ് വേൾഡ് ചാമ്പ്യനാണ്. ഇനിയുള്ള 12 സ്പോട്ടുകൾ ആഫ്രിക്ക, അമേരിക്ക, ഏഷ്യ, യൂറോപ്പ് ഇങ്ങനെ ഓരോ ഭൂഖണ്ഡത്തിലെയും ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള 3 പ്ലെയേഴ്സിന് വീതമാണ്. അതിനുശേഷം ഫിഡെ റേറ്റിംഗിൽ ഏറ്റവും ടോപ്പിലുള്ള 60 പ്ലെയേഴ്സും 8 ജൂനിയർ പ്ലെയേഴ്സിനും അവസരമുണ്ട്. ഇങ്ങനെ ഓരോ മാനദണ്ഡങ്ങൾ നോക്കി വരുമ്പോഴും ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് 206 പ്ലെയേഴ്സിനായിരിക്കും ആ ലോകകപ്പിലും പങ്കെടുക്കുന്നത്. അതിൽ ജയിച്ച് ഏറ്റവും ടോപ്പിൽ വരുന്ന 3 പേർക്കാണ് കാൻഡിഡേറ്റ്സ് ടൂർണമെൻറ്റിലെ 2ഉം 3ഉം 4ഉം സ്ഥാനങ്ങളിലേക്ക് എത്താൻ കഴിയുന്നത്. ഇനിയുള്ള 4 സ്പോട്ടുകൾ കഴിഞ്ഞ തവണത്തെ പോലെയാണ്. ഗ്രാൻഡ് സ്വിസ് ടൂർണമെൻറ്റിലെ വിന്നറും റണ്ണറപ്പുമാണ്. ഗ്രാൻഡ് സ്വിസ് ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്നതിനും നേരത്തെ പറഞ്ഞ പോലെ പ്രത്യേക നിബന്ധനകളുണ്ട്. ആദ്യത്തെ 100 സ്പോട്ടുകൾ ഫിഡെ റേറ്റിംഗിലെ ആദ്യത്തെ 100 സ്ഥാനക്കാർക്കാണ്. അത് കഴിഞ്ഞിട്ട് വിമൻസ് വേൾഡ് ചാമ്പ്യനും കോണ്ടിനെൻറ്റ് ബേസ് ചെയ്തും സ്പോട്ടുകളുണ്ട്. അതിൽ നിന്നും ആ ടൂർണമെൻറ്റ് ജയിച്ചു വരുന്നവർക്ക് 5ാം സ്ഥാനവും റണ്ണറപ്പിന് 6ാം സ്ഥാനവും കിട്ടും. ഇനിയുള്ളത് 7ഉം 8ഉം സ്ഥാനമാണ്. ഒന്നാമത്തെ സ്പോട്ട് 2024 ഫിഡെ സർക്യൂട്ട് പ്രകാരമുള്ള ബെസ്റ്റ് പ്ലെയറിനാണെങ്കിൽ 7ാം സ്ഥാനം 2025 സർക്യൂട്ട് പ്രകാരമുള്ള ബെസ്റ്റ് പ്ലെയർക്കായിരിക്കും. ഇനി ഒരു സ്പോട്ട് കൂടെ ബാക്കിയുണ്ട്. അത് കിട്ടുന്നത് 2025 അവസാനത്തെ 6 മാസത്തെ ആവറേജ് റേറ്റിംഗ് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ റേറ്റിംഗുള്ള പ്ലെയറിനാണ്. ആ റേറ്റിംഗുകളുടെ ആവറേജ് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആർക്കാണോ അയാൾക്കായിരിക്കും ആ സ്പോട്ട് കിട്ടുന്നത്. എന്നാൽ അതിൽ വരുന്ന ആൾ ഇതിനു മുമ്പ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത ആൾക്ക് കിട്ടും. ഇത്രയും കാര്യങ്ങൾ നോക്കിയായിരിക്കും 2026 കാൻഡിഡേറ്റ്സ് ടൂർണമെൻറ്റിലുള്ള പ്ലെയേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത്. പിന്നീട് ആ ടൂർണമെൻറ്റ് വിജയിക്കുന്നവരായിരിക്കും 2026 വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ഗുകേഷിനെ നേരിടുന്നത്. ഞാൻ എല്ലാ കാര്യങ്ങളും വേഗത്തിൽ നിന്ന് പറഞ്ഞതേ ഉള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ലോകത്ത് നടക്കുന്ന എല്ലാ വലിയ ടൂർണമെൻറ്റുകൾക്കും ഈ വേൾഡ് ചാമ്പ്യൻഷിപ്പുമായിട്ട് ബന്ധമുണ്ട്. ഓരോ ടൂർണമെൻറ്റിലെയും പെർഫോമൻസിനെ ബേസ് ചെയ്തായിരിക്കും ഓരോരുത്തർക്കും കാൻഡിഡേറ്റ്സ് ടൂർണമെൻറ്റ് തന്നെ കളിക്കാനുള്ള അവസരം കിട്ടുന്നത്. ഓരോ ടൂർണമെൻറ്റിലേക്കും പങ്കെടുക്കാൻ തന്നെ ഒരുപാട് നിബന്ധനകളുണ്ട്. അങ്ങനെ പങ്കെടുത്താൽ തന്നെ ലോകത്തിലെ ഏറ്റവും സ്ട്രോങ് പ്ലെയേഴ്സിനെതിരെ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്താൽ മാത്രമേ കാൻഡിഡേറ്റ്സ് ടൂർണമെൻറ്റിലെ 8 സ്പോട്ടുകളിൽ ഒരെണ്ണമെങ്കിലും നേടിയെടുക്കാൻ കഴിയുള്ളൂ. പിന്നെ അത് ജയിക്കുക എന്നുള്ളത് അതിനേക്കാൾ ബുദ്ധിമുട്ടാണ്. അതിനുശേഷമാണ് വേൾഡ് ചാമ്പ്യനെ നേരിടേണ്ടത്. നമ്മളിങ്ങനെ വെറുതെ ഇരുന്ന് ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഇതൊക്കെ എന്തുമാത്രം ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണെന്ന്. ഇതെല്ലാം അതിജീവിച്ച് ഒരു 18 വയസ്സുകാരൻ അവിടെ എത്തുക എന്നുള്ളത് നമ്മൾ ക്രിക്കറ്റ് വേൾഡ് കപ്പ് നേടിയതുപോലെ തന്നെ ആഘോഷിക്കേണ്ട ഒരു കാര്യമാണ്. എന്നാൽ നിർഭാഗ്യവശാൽ ഇതൊന്നും പലരും അറിയുന്ന പോലും ഇല്ലെന്നാണ് സങ്കടകരമായിട്ടുള്ള കാര്യം. ഞാൻ ഫേസ്ബുക്കിൽ കുറച്ച് പോസ്റ്റുകൾ കണ്ടായിരുന്നു. അതായത് ഒറ്റ ദിവസം കൊണ്ട് പയ്യൻ്റെ തലവര മാറി, പയ്യന് ലോട്ടറി അടിച്ചു എന്നൊക്കെ പറഞ്ഞ്. ഒരുപാട് വർഷത്തെ കഠിന പ്രയത്നത്തിൻ്റെ ഫലമാണ് ആ ഒരു ദിവസമെന്ന് പലരും ഇപ്പോഴും മനസ്സിലാക്കുന്നില്ല എന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. നമ്മുടെ 5ാമത്തെ ഗീവ്അവേയിൽ പങ്കെടുക്കാനുള്ള അവസാന ദിവസം നാളെയാണ്. താല്പര്യമുള്ളവർ പങ്കെടുക്കാൻ ശ്രമിക്കുക. പങ്കെടുക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.